मुंबई किसी बाप का नहीं है, मुंबई पुलिस का है। साउथ के सब एक्टर अच्छे लगते हैं सर, मम्मूटी सर भी अच्छे लगते हैं, रजनी हिंदी मूवी से भी साउथ मूवी अच्छा है। ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. റീമേക്ക് കുട്ടിനെ രക്ഷിക്കാനായിട്ട് അവസാനം മലയാളത്തിൽ നിന്ന് സാക്ഷാൽ റോഷൻ ആൻഡ്രൂസ് വരെ പോയിട്ടുണ്ട്. നമ്മുടെ മുംബൈ പോലീസിന്റെ ഒരു റീമേക്ക് എന്നൊക്കെ രീതിയിൽ വരുന്ന ദേവ, ഷാഹിദ് കപൂറിന്റെ ദേവ കണ്ടിറങ്ങിയ ഓഡിഷനോട് എങ്ങനെ ഉണ്ടായിരുന്ന അഭിപ്രായം ചോദിച്ചു നോക്കാം. നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടവരാണ്, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തോ. നേരെ ദേവ റിവ്യൂലേക്ക്. ആൻഡ്രൂസ് ബോളിവുഡിനെ രക്ഷിക്കുക അവസാനം വന്നിട്ട്. റോഷൻ ആൻഡ്രൂസ് ബോളിവുഡ് രക്ഷിക്കാൻ വേണമെങ്കിൽ രക്ഷപ്പെട്ടേക്കാം ബോളിവുഡ്. അല്ല, ബോളിവുഡിൽ നല്ല സിനിമകൾ വരുന്നുണ്ട്, പക്ഷെ എന്തുകൊണ്ട് ആ ഒരു പുഷ് കിട്ടുന്നില്ല. അപ്പോൾ ദേവ എന്നൊരു സിനിമ പറയുമ്പോഴത്തേക്കും ദേവ എന്ന് തന്നെയാണോ അതോ വേറെ എന്തെങ്കിലും ആണോ, അത് സിനിമ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ദേവാംബ്ര എന്നുള്ളൊരു പോലീസുകാരനെയാണ് ഇദ്ദേഹം അവതരിപ്പിക്കുന്നത് സിനിമയിൽ. അപ്പോൾ മലയാളം നമ്മൾ കണ്ടിട്ടുള്ളതുകൊണ്ട്, നമ്മൾ മലയാളം വെർഷൻ കണ്ടിട്ടുള്ളതുകൊണ്ട്, ഫസ്റ്റ് ഓഫ് ഓൾ ഇത് മുംബൈ പോലീസിൻ്റെ റീമേക്ക് തന്നെയാണെന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പം റീമേക്ക് തന്നെയാണ്, പക്ഷേ ഒരു വേറെ രീതിയിലൊരു കഥയിൽ കുറെ മാറ്റം വരുത്തിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ബോളിവുഡ് സാധനം പിടിച്ചിട്ടുണ്ട് ഒരു പരിധി വരെ. ഞാനും പൂർണ്ണമായിട്ട് നമ്മളിങ്ങനെ ഒരു കഥയിൽ മാറ്റം വരുത്തിയിട്ട് അല്ലെങ്കിൽ ഒരു ബോളിവുഡ് ഇതിന് വേണ്ടിയിട്ട് മാറ്റം അങ്ങനെ അത് മോശമാണെന്ന് എനിക്കൊരു അഭിപ്രായം. ഇപ്പം ദൃശ്യം 2 എന്ന സിനിമ മലയാളത്തിനേക്കാൾ നല്ല രീതിയിൽ ഹിന്ദിയിൽ അവർ കഥയിൽ മാറ്റം വരുത്തി എടുത്തിട്ടുണ്ട്. അത് ഞാൻ തിയേറ്ററിൽ നിന്ന് തന്നെ കണ്ട ഒരു സിനിമയാണ്. അപ്പോൾ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. കാരണം മലയാളം കണ്ടിട്ടുള്ളതും കൂടെ എനിക്ക് അന്നേരം ഞാൻ അങ്ങനത്തെ ഒരു എക്സ്പെക്ടേഷൻ പ്രതീക്ഷിച്ചു. കാരണം റോഷൻ ആൻഡ്രൂസ് നമുക്കറിയാമല്ലോ, അദ്ദേഹം തീരെ നമുക്ക് എന്താ പറയുക, അപ്പം അദ്ദേഹം പക്ഷേ ഇതൊരു ടിപ്പിക്കൽ ഒരു സംഭവം പോലെ അങ്ങ് മാറി. കാരണം നമുക്കറിയാമല്ലോ, മലയാളത്തിൽ നമ്മൾ ഒരു ക്യൂരിയോസിറ്റി ജനറേറ്റ് ചെയ്ത് വന്നിട്ട് അവസാനം നമുക്കൊരു ട്വിസ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലായിരുന്നു അത് വന്നത്. അപ്പോൾ എനിക്ക് പേഴ്സണലി മുംബൈ പോലീസ് ദൃശ്യം പോലെ തന്നെ അത്രയ്ക്കും ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. അപ്പോൾ ഹിന്ദിയിൽ നമ്മൾ കാണുമ്പോഴത്തേക്കും അങ്ങനത്തെ എന്തെങ്കിലും, കാരണം നമുക്ക് ശരി എന്തായാലും കഥ അറിയാം, ഇനി എന്താണ് ആ ഒരു ട്വിസ്റ്റ്. പക്ഷെ ആ ട്വിസ്റ്റ് വന്നപ്പോഴത്തേക്കും ഒരുമാതിരി പഴങ്കഥ ട്വിസ്റ്റ് പോലെ ആയിപ്പോയി. എന്നാലും ബോളിവുഡ് ഓഡിയൻസിന് അതൊരു ഫ്രഷ് അനുഭവമായിരിക്കും തീർച്ചയായും. കാരണം അവർക്ക് മലയാള സിനിമ കാണാത്തവരാണെങ്കിൽ അതൊരു ഫ്രഷ് അനുഭവമായിരിക്കും. കാരണം നമുക്കറിയാലോ കില്ലർ ആരാണെന്നുള്ളൊരു കണ്ടുപിടുത്തം. അപ്പം ഈ സിനിമ മലയാളം ഒറിജിനൽ വേർഷൻ കാണാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും കുറെ ഐറ്റം ഡാൻസ്, നല്ല ഫൈറ്റ് എല്ലാം വെച്ചിട്ടുണ്ട്. തുടക്കത്തിൽ ഇല്ല, തുടക്കത്തിൽ വരുന്ന ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ ആക്ഷൻ കോറിയോഗ്രാഫി തുടക്കത്തിൽ എവിടെയൊക്കെ പാളിപ്പോയതായിട്ട് തോന്നി, പക്ഷെ കുറെ ഇതുണ്ട്. പിന്നെ കുറച്ച് പഞ്ച് ഡയലോഗ്സ് ഇടയ്ക്ക് വരുന്നുണ്ട്. മുംബൈ കിസി ബാപ് കാ നഹീ ഹൈ, മുംബൈ പോലീസ് കാ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചൊരു പഞ്ച് ഡയലോഗ്. പുള്ളി അറിയാലോ, നമ്മളിങ്ങനെ വിരളി പിടിച്ച് കിടക്കുന്ന എനർജി, അത് തന്നെ മറ്റേ വിരളി പിടിച്ച് കിടക്കുന്ന ഒരുത്തൻ. അവൻ അങ്ങനെയായിട്ട് പുള്ളി ഇങ്ങനെ അഴിഞ്ഞാടി എന്ന രീതിയിൽ പിന്നെ നമ്മൾ മുംബൈ പോലത്തെ ഒരു സ്ഥലവും കൂടെ ആകുമ്പോഴത്തേക്ക് അവിടുത്തെ പോലീസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു ഇതിനേക്കാളും കുറെ കൂടെ ഒക്കെ ഒരു മാറ്റം ഉണ്ടാവില്ല. അപ്പോൾ ആ രീതിയിൽ പുള്ളി ഇങ്ങനെ അഴിഞ്ഞാടാൻ വിട്ടിട്ടുണ്ട് സ്ക്രീനിൽ. പക്ഷെ അത് എത്രത്തോളം എഫക്റ്റ് ആയി എന്നുള്ളത് ഒരു ബോളിവുഡിന്റെ തിരിച്ച് കംബാക്ക് ആയിരിക്കും പടം. ഡൗട്ടാണ്. പിന്നെ റീമേക്കുകൾ വരണം. പിന്നെ അതിലെ മ്യൂസിക് സ്കോർ ചെയ്തിരിക്കുന്നല്ല ജെയ്ക്സ് ബിജോയ്ക്ക്, പുള്ളിയൊക്കെയാണല്ലോ ചെയ്തിരിക്കുന്നത്. അപ്പം പിന്നെ ഇടയ്ക്ക് മനോഹരമായിട്ട് കുറേ ഫൈറ്റ് സീക്വൻസിൽ ഒരു റാപ്പ് പോർഷൻ വരുന്നുണ്ട്. അതൊക്കെ നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ട് തിയേറ്ററിൽ. അപ്പം ഇനി വീണ്ടും റീമേക്ക് വരട്ടെ. പക്ഷെ ഇതെന്തോ എനിക്ക് വലിയ രീതിയിൽ അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. ജസ്റ്റ് ഒരു ഓൺ ടൈം വാച്ചബിൾ. അത്രയും മോശമാക്കിയോ അതോ അതിന് മേളിലാക്കിയോ? അത്രയൊന്നും മോശമൊന്നും ആക്കിയില്ല. ഇത് സംഭവം ഡീസന്റ് ആണ്. പക്ഷെ നമ്മൾ ഇതെല്ലാം കണ്ടിട്ടുള്ളതുകൊണ്ട് ഇപ്പൊ ഒരു ഫ്രഷ് ഓഡിയൻസിന്റെ ഒരു പെർസ്പെക്റ്റീവിലാണെങ്കിൽ ഒരു പക്ഷെ അവർക്ക് ഇഷ്ടപ്പെട്ടേക്കും. കാരണം നമ്മൾ കണ്ട ഒരു ഇതായതുകൊണ്ട് നമുക്ക് റിവ്യൂ कैसे देवा शाहिद कपूर का फिल्म अच्छे है, उसका एंड भी अच्छे है और चलने वाला फिल्म है. ये थ्रिलर हो, एक्शन थ्रिलर? एक्शन कैसे? एक्शन बहुत है, उसका एक्टिंग भी बहुत अच्छी है और काम उसने बहुत अच्छे किया है. जो पुलिस इंस्पेक्टर चाहिए, जो लीजेंड में है अभी नए में, उन्हें कुछ उनसे सीखना चाहिए वो फिल्म से. एक मलयालम मूवी का रीमेक है मालूम? हाँ, मलयालम का रीमेक है, लेकिन मलयालम हमको आती नहीं है, हिंदी आती. आजकल बॉलीवुड मूवी फुल रीमेक है ना. हमें साउथ के सब एक्टर अच्छे लगते हैं सर, मम्मूटी सर भी अच्छे लगते हैं, रजनीकांत सर. अभी वो पुष्पा के कौन अपने साउथ मूवीज अच्छा और बहुत अच्छा है. हिंदी मूवी से भी साउथ मूवी अच्छा है. ഇന്നത്തെ കാലത്ത് റീമേക്ക് നടത്തിയിട്ട് വലിയ കാര്യമില്ല. കാരണം അവർക്ക് വിഷയദാരിദ്ര്യമുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള ഇതെല്ലാം കൂടെ എടുത്തവർ റീമേക്ക് ചെയ്യുന്നത്. പിന്നെ ഇന്നിപ്പോൾ മലയാളത്തിലായാലും തമിഴിലായാലും തെലുങ്കിലായാലും എടുക്കുന്ന സിനിമകളെല്ലാം അവർ OTT പല ഭാഷകളിലായിട്ട് എടുക്കുന്നുണ്ട്. അതിനെ അവർ വീണ്ടും റീമേക്ക് ചെയ്യുമ്പോൾ
ബോളിവുഡ് പ്രേക്ഷകർ നേരത്തെ തന്നെ ഈ മലയാളത്തിലുള്ളതിൻ്റെ റീമേക്ക് കണ്ടിട്ടുണ്ടാകും. അതുകൊണ്ടായിരിക്കും ഈ റീമേക്ക് ഹിന്ദിയിലെടുക്കുമ്പോൾ ആൾ കയറാത്തത്. പണ്ടാണ് ഒരു രക്ഷയില്ല ബോളിവുഡിന്. അല്ലെങ്കിൽ നല്ല കഥകൾ പണ്ട് ഒരുപാട് പേര് നല്ല കഥകൾ വെച്ച് നല്ല സിനിമകൾ എടുത്തിട്ടുണ്ടല്ലോ. അതേപോലെ ഉള്ള നല്ല കഥാകാരന്മാരോ വരണം, എന്നാൽ രക്ഷപ്പെടും. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ മലയാളത്തിൽ നിന്നും തമിഴും തെലുങ്കിലുള്ളതിനെ റീമേക്ക് ചെയ്ത് എടുക്കുകയാണ്. പക്ഷേ അത് ഇന്നത്തെ കാലത്ത് രക്ഷയില്ല. കാരണം മലയാളത്തിലായാലും ഏത് സിനിമയും പല ഭാഷകളിലായിട്ട് OTT-യിൽ നെറ്റ്ഫ്ലിക്സിൽ അവർ റീമേക്ക് ചെയ്യുമ്പോൾ തന്നെ ബോളിവുഡിൻ്റെതായിട്ടുള്ള ഒരു കുറച്ച് സാധനങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണോ ഇനി? അതുകൊണ്ടല്ല, ആളുകൾ കണ്ടിട്ടുണ്ട് ഈ മറ്റ് ഭാഷകളിലുള്ളതിനെ റീമേക്ക് ചെയ്ത് OTT-യിൽ ചെയ്യുമ്പോൾ ആളുകൾ കാണുന്നുണ്ട്. പണ്ടൊക്കെ പ്രിയദർശൻ സ്റ്റാറായത്, ഹിന്ദിയിൽ സ്റ്റാറായത് അന്ന് ഈ OTT ഒന്നുമില്ല. ഇപ്പം മലയാളത്തിലുള്ളവർ മാത്രം, കേരളത്തിലുള്ളവർ മാത്രമേ കാണൂ. അപ്പോൾ അതിനെ റീമേക്ക് ചെയ്ത് ഹിന്ദിയിലാവുമ്പോൾ അവർക്കൊരു പുതുമയായിട്ടുള്ള സംഭവമായിരിക്കും. അതാണ് പ്രിയദർശൻ അവിടുത്തെ റീമേക്ക് സൂപ്പർ സ്റ്റാറൊക്കെ ആയി മാറി. അക്ഷയ് കുമാർ പുള്ളിയുടെ സിനിമകളിലൂടെയാണ് ഹിറ്റായത്. ഇപ്പോൾ പുള്ളി റീമേക്ക് ചെയ്ത ഒരുപാട് സിനിമകളിലൊക്കെ അഭിനയിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഇത് മൂലകഥയായിട്ടുള്ള മറ്റ് ഭാഷകളുടെ സിനിമകൾ നോർത്ത് ഇന്ത്യൻസും കണ്ടിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും നമ്മുടെ ഇൻഡസ്ട്രിയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്, മലയാളത്തിലായാലും തമിഴിലായാലും. ഇൻഗോസ്റ്റ് ഹൗസും റീമേക്ക് പോവാണ് അടുത്തത്, പ്രിയദർശൻ തന്നെ. മിക്കവാറും ആളുകളെല്ലാം അവിടെ ഉള്ളവരെല്ലാവരും മലയാളത്തിലുള്ളത് കണ്ടിട്ടുണ്ടാകും. മിക്കവാറും അതും പൊട്ടും, ഒരു സംശയം വേണ്ട. നല്ല കഥകൾ ഉണ്ടാക്കാം. മലയാളത്തിൽ എത്രയോ ആൾക്കാർ നല്ല കഥകളിൽ നല്ല സിനിമകൾ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ അവർ ചെയ്യുക. ഓക്കെ. അപ്പോൾ